നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ പലപ്പോഴായി വന്നു ചേരും. ചിലർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളാകുമ്പോൾ ചിലർക്ക് ദുരിതങ്ങൾ വന്നു ചേരാം, കഷ്ടതകൾ വന്നു ചേരാം. എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യം തന്നെയാകുന്നു. എന്നാൽ ഇതേക്കുറിച്ച് മുൻകൂട്ടി അറിയുവാൻ തൊടുകുറിയിലൂടെ സാധിക്കും. അത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ഇതിൽ ആദ്യത്തെ ചിത്രം കാക്കയുടെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം കൂവളയിലെയാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്ന് അമാവാസിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ അമാവാസ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ത്യാഗം ജീവിതത്തിൽ പല വ്യക്തികൾക്കായി ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. എത്ര വേദനയിലാണ് എങ്കിലും ചിരിക്കുന്നവരാണ് നിങ്ങൾ. പല വിഷമതകൾ മനസ്സിലുണ്ട്. എന്നിരുന്നാൽ പോലും അത് മനസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നവരുമാകുന്നു. മറ്റുള്ളവർക്ക് ഉയർച്ച വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ നല്ല മനസ്സുള്ളവരുമാണ് നിങ്ങൾ. ജീവിതത്തിൽ പല അവസരങ്ങൾ നിങ്ങൾ നഷ്ടമാക്കിയിട്ടുള്ളവരാണ്. ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കും എന്ന് തന്നെ പറയാം. പെട്ടെന്ന് ജീവിതത്തിൽ ദേഷ്യം വന്ന് ചേരുന്നവരാണ് നിങ്ങൾ. ആരെയും ചതിക്കാത്തവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വളരെയധികമുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ഈ സ്വഭാവ ശുദ്ധിയാൽ, നിങ്ങളുടെ ഈ നല്ല മനസ്സിനാൽ, ദൈവാനുഗ്രഹം കൂടി ഉള്ളതിനാൽ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തടസ്സങ്ങളുണ്ട് എങ്കിലും അത്തരം തടസ്സങ്ങൾ വഴി മാറുന്നതിന് സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായി നടക്കും അഥവാ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉടനെ തന്നെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അത് നടന്നില്ല എന്നിരുന്നാൽ പിന്നീട് കാലതാമസം നേരിടും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ മറ്റുള്ളവരോട് വളരെയധികം വിനയത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ഒരു സവിശേഷതയായി പറയാം. നിങ്ങൾക്ക് അർഹതപ്പെട്ടവർ മറ്റുള്ളവർ കൈക്കലാക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഇപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലാകുന്നു. നിങ്ങൾക്ക് അത് ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ തീർച്ചയായും ഈശ്വരകടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കും എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നു ചേരും. നിങ്ങൾക്ക് അർഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേർന്നിരിക്കുന്ന നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഉണർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. സഹാനുഭൂതി നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് ആവശ്യത്തിനാണ് നമുക്ക് വേണ്ടത് എന്ന കാര്യം ഓർക്കുക. പല വ്യക്തികളും നിങ്ങളെ പറ്റിക്കുന്നതായ അവസ്ഥ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമേ നൽകൂ എന്ന കാര്യവും ഓർക്കുക. എത്ര വലിയ വീഴ്ചയിലും ഉയർന്നു വരും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധ്യത ഇന്നേ ദിവസം കൂടുതൽ തന്നെയാണ്. ഇന്നേ ദിവസം അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ഇന്നു മുതൽ ചില മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. രണ്ടാമത്തെ ഇലയായ കൂവളത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. പരമശിവന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ
നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയാം. വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുണ്ട്. എന്നാൽ ഒന്നും ഭംഗിയായി നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഒന്നും ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ക്ഷമ വേണ്ടിടത്ത് ഇല്ലാത്തതിനാൽ അബദ്ധങ്ങൾ പിണയുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പ്രവൃത്തിയാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുന്നു എങ്കിലും നിങ്ങളുടെ അഭാവത്തിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം കുറ്റപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ മറ്റുള്ളവരുടെ പുഞ്ചിരി അത് നിങ്ങളോടുള്ള സ്നേഹമാണ് എന്ന രീതിയിൽ എപ്പോഴും തെറ്റിദ്ധരിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഏവരെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായും പരമശിവന്റെ കടാക്ഷത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏവരെയും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ദൈവം ചോദിക്കും എന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും സ്വയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തന്നെ ഭവിക്കാം. ഇന്നു മുതൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ നടന്നില്ല എങ്കിൽ പോലും പല കാര്യങ്ങളിലും ശ്രമിക്കാം എന്ന ചിന്താഗതി പോലും ഇന്നു മുതൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഇന്നേ ദിവസം ഇപ്രകാരം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് എങ്കിൽ, അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾക്കായി നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് എങ്കിൽ, തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ വാതിലുകൾ തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക. സൗഭാഗ്യവും ഉയർച്ചയുടെയും കാലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ വന്നാലും അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലം തന്നെയാണ്. നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതിൽ നിന്നും മുക്തി നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ലഭിക്കാത്തതായ അവസ്ഥ ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾക്കായി ഇന്ന് പ്രവർത്തിച്ച് നിങ്ങൾ തുടങ്ങുന്നതാകുന്നു. അതല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് മാറ്റങ്ങൾക്ക് കാരണമായ ഒരു കാര്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ ശുഭവാർത്തകൾ കേൾക്കുവാനോ സാധ്യത കൂടുതലാണ്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇന്ന് ശ്രമങ്ങൾ തുടരുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം.